ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ രണ്ട് വണ്ടിയുടെ സൈഡും ബാക്കും ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കർട്ടൻ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇത് ഇൻറ്റീരിയർ ഇല്ലാത്ത വണ്ടിയാണ്, അതായത് ഉള്ളിൽ ഡ്രൈവർ ക്യാബിൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഷോക്കേസ് മോഡ് എന്നുള്ള രീതിക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ സീറ്റും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇതേപോലെ ഫുള്ള് കർട്ടൻ ഇടുന്നത്. നിങ്ങൾ ഇൻറ്റീരിയർ ഉള്ള വണ്ടിയാണ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണേണ്ടതായിട്ടില്ല. ഇത് ഈ ഒരു സൈഡ് ഇൻറ്റീരിയർ ഇല്ലാതെ ജസ്റ്റ് ഒരു ഡെമോ മോഡൽ മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതേപോലെ സൈഡ് ഫുള്ള് കർട്ടൻ ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ കർട്ടൻ ഓരോ വിൻഡോക്കും ചെറിയ ഭാഗത്ത് മാത്രം തുണീനെ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് ഒരു ഡെമോ മോഡലായതുകൊണ്ടാണ് തുണീനെ കൊണ്ടൊന്നും ഉണ്ടാക്കാത്തത്. അല്ലെങ്കിൽ ഇതേപോലെ ക്ലോത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ മോഡൽ എന്നുള്ള രീതിക്ക് ആക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാർഡ്ബോർഡിനെ കൊണ്ട് കർട്ടൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഈ ഒരു ഭാഗത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നിർത്തിയത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് നമുക്ക് ഈ ഒരു വിൻഡോ വരുന്ന ഭാഗത്ത് മുഴുവനായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ മുഴുവനായിട്ട് ബ്ലാക്ക് കളറ് പുറത്തും അടിച്ചെടുത്തിട്ടുണ്ട്. അതായത് ഉള്ളിലും അതുപോലെ തന്നെ ആ ഒരു വിൻഡോ വരുന്ന ഭാഗത്ത് പുറത്തും നമ്മൾ ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്ലാസ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് OHP ഷീറ്റാണ്, നമ്മൾ കുറച്ച് തിക്നെസ് കൂടിയ OHP ഷീറ്റാണ്. ഫാൻസി കടകളിലൊക്കെ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു ഡെമോ മോഡൽ എന്നുള്ള രീതിക്കായതുകൊണ്ടാണ് ഗ്ലാസ് ഈ ഒരു ടൈമിൽ ഫിറ്റ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ലാസ്റ്റ് പെയിൻറ്റിങ്ങിന് മുന്നേ ആയിട്ട് ബീഡിങ് ഒക്കെ ഒട്ടിച്ചിട്ട് തന്നെയാണ് ഗ്ലാസ് ഫിറ്റ് ചെയ്യല്. ഇത് ജസ്റ്റ് ഒരു ചെറിയ വണ്ടി ആയതുകൊണ്ടാണ് ഇതേപോലെ ഉള്ളിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നത്. ഫെവി ബോണ്ട് എന്നുള്ള ഗ്ലൂ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് വെച്ചിട്ട് ഗ്ലാസ് ഒട്ടിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഇൻറ്റീരിയർ ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കാര്യമായിട്ട് ചെയ്യുന്ന മോഡലാണെന്നുണ്ടെങ്കിൽ പുറത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് പ്രത്യേകം ബീഡിങ് വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിനും ഓരോ പീസ് എന്നുള്ള രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആണ് സാധാരണ ഫിറ്റ് ചെയ്യൽ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഷോക്കേസ് മോഡൽ, അതുപോലെ തന്നെ ജസ്റ്റ് ചെറിയൊരു വണ്ടി ആയതുകൊണ്ടാണ് ഇതേപോലെ ഉള്ളിൽ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്വാർട്ടർ ഗ്ലാസ്സിന് ഫിറ്റ് ചെയ്തില്ല, അതായത് ക്വാർട്ടർ ഗ്ലാസ്സിന് പുറത്താണ് ഫിറ്റ് ചെയ്യേണ്ടത്. അതായത് ഉള്ളിൽ ഫിറ്റ് ചെയ്യേണ്ടതല്ല, ക്വാർട്ടർ ഗ്ലാസ് പുറത്താണ് ഗ്ലാസ് ഒട്ടിക്കേണ്ടത്. അത് അവസാനം ഒട്ടിക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് കർട്ടൻ ഒട്ടിക്കുക. ഇത് കാർഡ്ബോർഡിൻ്റെ ഒരു ലെയർ നീക്കം ചെയ്തത് ഒരു ലെയർ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയുള്ളൊരു ടെക്സ്ചർ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഫുള്ള് ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തതാണ്. ഒരു വണ്ടിക്ക് ഒരു യെല്ലോ ആണ് അടിച്ചത്. ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കളറും അതുപോലെ തന്നെ ഒരു വണ്ടിക്ക് റെഡ് കളറുമാണ് അടിച്ചത്. ഇതേപോലെയാണ് ആദ്യം ഉണ്ടായത്. അതിന് ശേഷം ഇതേപോലെ പെയിൻറ്റ് അടിച്ചെടുത്തതാണ്, ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത് സൈഡിനാണ്, രണ്ട് സൈഡിനും അതുപോലെ തന്നെ ചെറിയ പീസ് ബാക്ക് സൈഡിനും അതുപോലെ തന്നെ ഡ്രൈവർ ക്യാബിൻ്റെ അടുക്ക് വരുന്ന ഡോറിൻ്റെ വിൻഡോക്കും വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഫിറ്റ് ചെയ്യുന്നില്ല, അത് പിന്നെ നമ്മൾ അന്നേരം ഫിറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു സൈഡ് കറക്റ്റ്, അതായത് ഈ ഒരു റെഡ് ഒരു വണ്ടിക്ക് ഫുള്ള് റെഡും അതുപോലെ തന്നെ ഒരു വണ്ടിക്ക് ഫുള്ള് യെല്ലോ അതായത് ആ ഒരു ഗ്രീൻ പോലത്തെ കളറ് ലൈറ്റ് ഒരു ഗ്രീൻ പോലെ ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇതേപോലെ മുഴുവനായിട്ട് നമ്മൾ കറക്റ്റ് ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് ഫുള്ള്. ഇനി നമ്മൾ ക്വാർട്ടർ ഗ്ലാസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒട്ടിക്കാവുന്നതാണ് പുറത്ത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഗ്ലാസിൻ്റെ ഷീറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അതിപ്പോൾ ഒട്ടിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങാതിരുന്നത്. നമുക്ക് ഇനിയിപ്പം ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസ്സൊക്കെ ബാക്ക് ഗ്ലാസ് ഇപ്പം തന്നെ ഒട്ടിച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാൻ വിട്ടതാണ്. ഇതേപോലെ ബാക്ക് ഗ്ലാസും അതിനൊരു കർട്ടനും ഇപ്പോൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് ആക്കുന്ന ആ ഒരു ടൈമിൽ ക്വാർട്ടർ ഗ്ലാസ് ഒട്ടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം അവിടെ ക്ലോസ് ആവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കിക്ക് ആരും ഒട്ടിക്കാൻ പാടില്ല, അതുകൊണ്ട് ചെറിയൊരു പണിയായിരിക്കും കിട്ടിയിട്ടുണ്ട്. സൈഡ് ഗ്ലാസ്സിന് ചെറിയൊരു ഫസ്റ്റ് കിക്കിൻ്റെ ഇതായിട്ടുണ്ട്. അത് പ്രശ്നമില്ല, അങ്ങനെ തിരിയുന്നില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് കിക്ക് ഞാൻ ആ കർട്ടൻ ഒട്ടിക്കാൻ ഫസ്റ്റ് കിക്ക് എടുത്തുകൊണ്ടാണ് ആ ഒരു പണി കിട്ടിയത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ പ്രശ്നമില്ല. അഥവാ നമ്മൾ എവിടെയെങ്കിലും ആയിട്ടാണ് അത് ഒലിച്ചതാണ് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറ് ഗ്ലാസ്സിനായി കിട്ടും. അപ്പോൾ മാക്സിമം ഫെവി ബോണ്ട് അങ്ങനെയുള്ള വശേനെ കൊണ്ട് ഗ്ലൂവിനെ കൊണ്ട് ഒട്ടിക്കാൻ നിൽക്കുക. ഫസ്റ്റ് കിക്ക് പരമാവധി ഈ ഒരു ഗ്ലാസിൻ്റെ ഏരിയയിൽ ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാനും അതൊരു എളുപ്പമായിരിക്കും. ഡെയിലി അല്ല, ഓരോ ദിവസം ഗ്യാപ്പ് എടുത്ത് നമ്മൾ എല്ലാ ദിവസം വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു സൈഡ് ഗ്ലാസും അതുപോലെ തന്നെ കർട്ടനുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഡ്രൈവർ ക്യാബിനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ
ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. സെഡ് ബി ഓട്ടോഗ്രാഫ് തന്നെയാണ് നെയിം. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ടോ അത് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ല വണ്ടി ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്.